ഓക്കെ. അപ്പോൾ ഏജ് റിലേറ്റഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏജ് റിലേറ്റഡ് ആയിട്ട് അതായത് പേപ്പർ 1 നമുക്ക് ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ അതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഈ ഏജ് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ നമ്പർ സീരീസ് അല്ലെങ്കിൽ ലെറ്റർ സീരീസ് പോലെയല്ല നമുക്കൊരു ഫോർമാറ്റ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. അഥവാ ഒരു ഇക്വേഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് വേ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്താൽ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഏജ് റിലേറ്റഡ്. ഇത് കാണുമ്പോൾ കുറച്ച് ട്രിക്കി ആണെന്നുണ്ടെങ്കിലും സംഭവം സിമ്പിളാണ്. ജസ്റ്റ് ഞാൻ ആ സ്റ്റെപ്പുകൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? പ്രസന്റ് ഏജ് അഥവാ എക്സിസ്റ്റിംഗ് ഏജ് എന്താണ് എന്നുള്ളത് എഴുതി വെക്കും. എക്സിസ്റ്റിംഗ് ഏജ് അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ പുതിയ ഏജ് എന്താണ് എന്നുള്ളത് എഴുതും. ഫസ്റ്റ് സ്റ്റെപ്പിൽ പ്രസന്റ് ഏജ് അഥവാ എക്സിസ്റ്റിംഗ് ഏജ് എഴുതും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ന്യൂ ഏജ് ജസ്റ്റ് അത് മാത്രം എഴുതി വെക്കും. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ന്യൂ ഏജിനെ ഇക്വേറ്റ് ചെയ്യും. ഇതിപ്പോൾ ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടില്ല. ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ജസ്റ്റ് അത് ബേസ് ഒന്ന് പറഞ്ഞിട്ട് ഞാനൊരു ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. നമ്മൾ എന്ത് ചെയ്യണു? ഇക്വേറ്റ് ചെയ്യണു. അങ്ങനെ ഇക്വേറ്റ് കിട്ടിയത് നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന നമ്പർ നമ്മൾ എന്ത് ചെയ്യും? ആൻസർ ചെയ്യും. അവിടെ എന്തുകൊണ്ട് ഞാൻ ആൻസർ ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് ആൻസർ ദ ക്വസ്റ്റ്യൻ എന്നുള്ളതും ഞാൻ എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞിരുന്നേക്കാൾ നല്ല എന്താണ്? ഒരു ക്വസ്റ്റ്യൻ വെച്ച് ചെയ്തു തരാണല്ലോ. ജസ്റ്റ് ആ സ്റ്റെപ്പ് ഒന്ന് മനസ്സിലാക്കുക. ആദ്യം എക്സിസ്റ്റിംഗ് ഏജ് എഴുതും. ദെൻ പുതിയ ഏജ് എഴുതും. ഇക്വേറ്റ് ചെയ്യും. ആൻസർ ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ വെച്ച് തന്നെ നമുക്ക് പറഞ്ഞുതരാം. സോ അറ്റ് പ്രസന്റ് എ മദർ ഈസ് 3 times older than her son. After 5 years, the sum of their ages will be 70 years. The age of mother after 10 years will be. സിമ്പിൾ ആണ്, നോക്കാം. അപ്പോൾ എന്താ? അറ്റ് പ്രസന്റ് എ മദർ ഈസ് 3 times older than her son. നിലവിൽ അമ്മ എന്ന് പറയുന്നത് മകനേക്കാൾ 3 times പ്രായം കൂടുന്നുണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എന്താ പറഞ്ഞേ? എക്സിസ്റ്റിംഗ് ഏജ് അല്ലേ? സോ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കിവിടെ എക്സിസ്റ്റിംഗ് ഏജ് പറയാം. എക്സിസ്റ്റിംഗ് ഏജ് എന്ന് പറയുമ്പോൾ സണ്ണിനും വേണം മദറിനും വേണം അല്ലേ? ഇനി ഇവിടെ നോക്കുക. ഇവിടെ നമ്മൾ എക്സ് ആണ് നമ്മൾ എടുക്കുക. സണ്ണിനാണോ മദറിനാണോ എക്സ് എടുക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് അടുത്ത സംശയം വരാൻ ചാൻസ് ഉള്ളത്. സണ്ണിന് എപ്പോഴും എന്താലോചിക്കുക? പ്രായം കുറവുള്ള ആൾക്ക് വേണം നമ്മൾ എക്സ് കൊടുക്കുക. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്കാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? എക്സ് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ സണ്ണിന് എക്സ് കൊടുക്കുകയാണെങ്കിൽ എന്ത് വന്നു? സണ്ണിൻ്റെ പ്രായം എക്സും മദർ എന്താ പറഞ്ഞിട്ടില്ലേ? 3 times older than സൺ. മകനേക്കാൾ 3 മടങ്ങ് പ്രായം കൂടും. സോ 3x ആണ് എന്ത്? മദർ. ഈ നേരെ മറിച്ച് മദറിനാണ് നമ്മൾ എക്സ് കൊടുക്കണമെങ്കിലോ സണ്ണിനൊന്നും ചെയ്യാൻ പറ്റില്ല. സോ എപ്പോഴും ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഏജ് റിലേറ്റഡിൽ ഇങ്ങനത്തെ ഏത് മോഡൽ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിക്ക് വേണം എക്സ് കൊടുക്കാൻ. സോ സണ്ണിന് നമ്മളിവിടെ എക്സ് കൊടുത്തു. മദറിന് നമ്മൾ 3x കൊടുത്തു. ഓക്കെ. ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള എക്സിസ്റ്റിംഗ് ഏജ് നമ്മൾ കണ്ടെത്തി. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ന്യൂ ഏജ്. ക്വസ്റ്റ്യൻ നോക്കാം. ആഫ്റ്റർ 5 years, ആഫ്റ്റർ ദ സം ഓഫ് ദർ ഏജസ് വിൽ ബി 70 years. 5 വർഷത്തിന് ശേഷം അവരുടെ ഏജ് കൂട്ടിക്കഴിഞ്ഞാൽ 70 കിട്ടും. 70 വയസ്സ് കിട്ടുമെന്നാണ് പറയുന്നത്. സോ പുതിയ ഏജ് എന്താ? ആഫ്റ്റർ 5 years സണ്ണിന് എന്തായിരിക്കും? 5 വർഷം കഴിയുകയാണെങ്കിൽ ഇന്ന് എക്സ് ആണെങ്കിൽ 5 വർഷം കഴിഞ്ഞ് എക്സ് പ്ലസ് 5. മദറിനോ? മദറിൻ്റെ ഏജ് എന്ന് പറയുന്നത് ഇപ്പോൾ 3x ആണ്. അപ്പോൾ 5 വർഷം കഴിഞ്ഞാൽ 3x + 5. ഏജ് മാത്രം എഴുതിയത് അത് കണ്ടീഷൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എക്സിസ്റ്റിംഗ് ഏജ് എഴുതി. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ന്യൂ ഏജും എഴുതി. അതായത് ഇപ്പോൾ ആഫ്റ്റർ 5 years അല്ലെങ്കിൽ 5 years ബിഫോർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതാണ് എന്ത്? ന്യൂ ഏജ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പാണ് പറഞ്ഞത് ഇക്വേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. പുതിയ ഏജ് ആണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. എന്താണ് ഇക്വേഷൻ പറഞ്ഞിട്ടുള്ളത്? ആഫ്റ്റർ 5 years, the sum of their ages will be 70 years. 5 വർഷത്തിന് ശേഷം ഇവരുടെ രണ്ടുപേരുടെയും പ്രായം കൂട്ടിക്കഴിഞ്ഞാൽ 70 ആണ് വരിക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 5 വർഷത്തിന് ശേഷമുള്ള ഇവരുടെ പ്രായം എത്രയായിരുന്നു? സണ്ണിന് എക്സ് പ്ലസ് 5ഉം പ്ലസ് മദറിൻ്റെ പ്രായം എത്രയായിരുന്നു? 3x + 5 ആയിരുന്നു. ഇതെല്ലാം ആഡ് ചെയ്താൽ 70 കിട്ടും. ഇതാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്, ഇക്വേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പോൾ എത്ര വരിക? 3xഉം എക്സും 4x പ്ലസ് 5ഉം 5ഉം 10 ഈസ് ഈക്വൽ ടു 70. 4x ഈക്വൽ ടു 70. ഇവിടെ 10 ആണ്. ഈ 10 ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പോസിറ്റീവ് 10 ആണ്, അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവും. സോ 4x ഈക്വൽ ടു 16 കിട്ടി.
എക്സ് ഈക്വൽ ടു 60/4 എന്നാണ് വരിക. 60/4 എന്ന് പറയുമ്പോൾ 15 ഇനി മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? ആൻസർ ദ ക്വസ്റ്റ്യൻ എന്നാണ് പറയുന്നത് അല്ലേ? ആൻസർ ദ ക്വസ്റ്റ്യൻ എന്നാണ് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞത്. കാരണം ഇവിടെ നിങ്ങൾക്ക് 15 എന്നുള്ളത് കിട്ടി. ചില കേസിൽ ഇവിടെ ഓപ്ഷൻസിൽ 15 തന്നിട്ടില്ല. ചില കേസിൽ എന്ത് ചെയ്യും? ഇവിടെ ഓപ്ഷനായിട്ട് 15 എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഒരു അഞ്ചാമത്തെ ഓപ്ഷനായിട്ട് 15 എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ കിട്ടിയത് 15 ഓപ്ഷനിൽ 15. നിങ്ങൾ വണ്ടി പോയിട്ട് അതായത് ആൻസർ ചെയ്യും. അല്ല, ഇവിടെ ചോദിച്ച ചോദ്യം എന്താ? ഏജ് ഓഫ് മദർ ആഫ്റ്റർ 10 ഇയേഴ്സ്. അതായത് 10 വർഷത്തിന് ശേഷം അമ്മയുടെ പ്രായം എത്രയെന്നാണ് ചോദ്യം. നമുക്ക് ഈ കിട്ടിയ 15 എന്താ? മകന്റെ പ്രായമാണ്, നമ്മുടെ പ്രായമല്ല. നമ്മുടെ പ്രായം എത്ര? 3x ആണ്. പ്രസന്റ് ഏജ് എന്ന് പറഞ്ഞാൽ മദറിന് പ്രസന്റ് എത്ര വരും? 15 × 3 നമ്മുടെ പ്രസന്റ് ഏജ്. 15 × 3 എന്ന് പറയുമ്പോൾ 45. ഇനി ആഫ്റ്റർ 10 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 10 കൂടി ആഡ് ചെയ്തു. സോ 45 + 10 എന്ന് പറയുമ്പോൾ 55 ഏജ്. നാലാമത്തെ ഓപ്ഷൻ 55 നിങ്ങളുടെ ആൻസർ വരും. ഒന്നും കൂടി ഞാനൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞു. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മൊത്തം ചെയ്യുന്നത്. സോ ക്ലിയർ ആവും, പേടിക്കണ്ട കേട്ടോ. നിലവിൽ അമ്മയുടെ ഏജ് എന്ന് പറയുന്നത് 3 ടൈംസ് ഓൾഡർ ദാൻ സണ്ണാണ്. സണ്ണിനേക്കാൾ 3 മടങ്ങ് പ്രായം അമ്മയ്ക്ക് കൂടും. 5 വർഷത്തിന് ശേഷം അമ്മയുടെയും മകൻ്റെയും പ്രായം ആഡ് ചെയ്താൽ 70 കിട്ടുക. അങ്ങനെയാണെങ്കിൽ 10 വർഷത്തിന് ശേഷം നമ്മുടെ പ്രായം എന്താണെന്നാണ് ചോദ്യം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിലവിൽ ഇവരുടെ പ്രായം എന്താണെന്ന് എഴുതും. അവിടെ തന്നെ ഏറ്റവും ചെറിയ ആൾക്കാണ് നമ്മൾ എക്സ് കൊടുക്കുക. അങ്ങനെ നമ്മൾ എക്സും 3x കൊടുക്കുക. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ പുതിയ ഏജ് എന്താണ് എന്നുള്ളത് എഴുതിയേക്കും. ഈ പുതിയ ഏജ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ക്വസ്റ്റ്യനിൽ ആഫ്റ്റർ 5 ഇയേഴ്സ് അല്ലെങ്കിൽ ബിഫോർ 5 ഇയേഴ്സ് അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടാവും. ഇനി അതിൽ ഞാൻ പറഞ്ഞുതരാം. ആഫ്റ്റർ 5 ഇയേഴ്സ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കുറച്ച് മുകളിൽ എഴുതാൻ എഴുതിയിട്ട്, അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ആഫ്റ്റർ 5 ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രായം എക്സ് ആണെങ്കിൽ നിങ്ങൾ x+5 എഴുതും. ബിഫോർ 5 ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രായം എക്സ് ആണെങ്കിൽ നിങ്ങൾ x-5 എഴുതും. വേറൊരു ഇത് കൂടി വരാറുണ്ട്. 5 ഇയേഴ്സ് ഹെൻസ് എന്ന് പറയും. 5 ഇയേഴ്സ് ഹെൻസ് എന്ന് പറയും. ഈ ഹെൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോളാം, ആഫ്റ്റർ എന്നുള്ളതിൻ്റെ സെയിം എഫക്റ്റ് ആണ് എന്ത്? ഹെൻസ് എന്ന് പറഞ്ഞാലും x+5 തന്നെയാണ് അവിടെ വരിക കേട്ടോ. അതായത് ഇവിടുത്തെ ഈ ഹെൻസ് എന്ന് പറയുന്നത് ആഫ്റ്ററിൻ്റെ സെയിം അർത്ഥമാണ്. ചോദ്യത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം? ആഫ്റ്റർ 5 ഇയേഴ്സ് എന്ന് പറയുന്നതിന് പകരം 5 ഇയേഴ്സ് ഹെൻസ് എന്ന് പറയാം. രണ്ടും സെയിം അർത്ഥമാണ്, മാറരുത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് പുതിയ ഏജ് അവിടെ എഴുതി വെച്ചു. മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ആ പുതിയ ഏജിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. ദെൻ ആ കിട്ടിയ ആൻസർ വെച്ചിട്ട് നമ്മൾ ആൻസർ എന്താണോ കാണാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനിൽ അത് കാണും. ഇതേപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി നോക്കാം, ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി.